കോഴിക്കോട് സോണിലെ തീഷ്ണപതികളായിട്ടുള്ള ജീസ് യൂത്ത് പ്രവർത്തകരായിരുന്നു റോയിയും രജനിയും ബിന്ദുവും റീനയുമൊക്കെ. അവർ ഔട്ട്റീച്ച് മിനിസ്റ്ററുടെ ഭാഗമായി ഇടുക്കിയിലെ രാജപുരം എന്നുള്ള ഇടവകയിൽ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി മലപ്പുറത്ത് പുക്കിപ്പറമ്പിൽ വെച്ച് 2001 മാർച്ച് 11 വലിയൊരു ബസ് അപകടം ഉണ്ടാകുന്നത്. ഈ ബസ് അപകടത്തിൽ 41 പേരാണ് വെണ്ണീറായത്. ആശുപത്രിയിൽ വെച്ച് 3 പേര് പിന്നീട് നിത്യയിലേക്ക് എടുക്കപ്പെട്ടു. ഈ 41 പേരിൽ സവിശേഷമായി ജീസ് യൂത്തിലെ 5 പ്രിയ സുഹൃത്തുക്കളുണ്ടായിരുന്നു. മലയോര മേഖലയെ സംബന്ധിച്ച് വലിയ ഒരു തീരാ ദുഃഖമായിരുന്നു അവരുടെ വേർപാട്. ഇവരുടെ ജീവിതത്തിൻ്റെ നേർസാക്ഷ്യങ്ങളായിട്ടുള്ള അഗ്നിരഥത്തിലേറിയവർ എന്നൊരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ 2ാം പതിപ്പ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയാണ്. അതുമാത്രമല്ല, ഇവരുടെ ഓർമ്മ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ജീസ് യൂത്ത് 9ഓളം വീടുകൾ, 5 വീടുകൾ പൂർണ്ണമായിട്ടും ബാക്കി 4 വീടുകൾ ഭാഗികമായും നിർമ്മിച്ചു കൊടുത്തു. കേരളത്തിലെ വിവിധ സോണുകളിൽ നിന്നും ധാരാളം ആൾക്കാർ ഇന്ന് ഇവിടെ ഈ കുരാച്ചുണ്ട് സെൻറ്റ് തോമസ് ഫൊറോന ദേവാലയത്തിലും സിമിത്തേരി സന്ദർശനത്തിലും ഒക്കെ ആയിട്ട് ഒന്നിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ ചെയ്ത സുവിശേഷ വേലയ്ക്കിടെ ഇവരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. അതിൽ 1-2 പേർക്ക് വേണമെങ്കിൽ സ്വന്തം കാര്യം നോക്കാനാണെങ്കിൽ രക്ഷപ്പെടാം. അത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കിടക്കുമ്പോൾ ബിന്ദു വാഴയക്കടവെത്തുന്ന സഹോദരി ഉറക്കെ പറയുന്നുണ്ട്, എന്നെ രക്ഷിക്കുവാൻ വേണ്ടി വന്ന, കത്തുന്ന വണ്ടിയിലേക്ക് തിരികെ വന്ന, രക്ഷപ്പെട്ടിട്ടും തിരികെ വന്ന റോയ് ചേട്ടൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് ആളുകളെ ആകർഷിച്ചത്. ജീവൻ പണയം വെച്ച് സഹോദരങ്ങളെ സ്നേഹിക്കുന്ന നിർമ്മലമായ സ്നേഹം, മരണത്തോളം നീണ്ടു നിൽക്കുന്ന സ്നേഹം, അത് ഈ 5 പേരിലും ഉണ്ടായിരുന്നു എന്നതാണ് ഒരു സവിശേഷത. അവർ 5 പേരിൽ 4 പേരും ബസ്സിൻ്റെ അകത്ത് മരിച്ചു. ഒരാൾ മാത്രം ബസ്സിൻ്റെ പുറത്ത് ആരോ വലിച്ചിറക്കിയപ്പോൾ ജീവനുണ്ടായിരുന്നു. ബിന്ദു എന്ന് പറയുന്ന സഹോദരി. അവർ മെഡിക്കൽ കോളേജിൽ കിടന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് മരിച്ചത്. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു, സഹായിക്കാൻ വന്നവരാരോ, ആരാണ്, ഏതാണ്, എന്താണ്, അവരുടെ നമ്പറും ഉണ്ടോ? അപ്പോൾ ആ കുട്ടി എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു. അങ്ങനെ ആ സഹായിക്കാൻ വന്ന ആരോ എന്നെ വിളിച്ചു. അങ്ങനെയാണ് ഈ വിവരം പുറലോകം അറിയുന്നത്. ഞാൻ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോയി. പെട്ടെന്ന് ഇവർ 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടത്തിച്ച് ആ ബോഡി വിട്ടുവാങ്ങി ഞാൻ ബന്ധുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പം ബിന്ദുവിനെ ദൈവം ജീവിപ്പിച്ചത് ഈ വിവരം പുറലോകത്തെ അറിയിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ആരും ആ സംഭവം അന്നേരം അറിയില്ല. ഇവരാ ബസ്സിലുണ്ടെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പരിപാലനയായിരുന്നത്. വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള കാഴ്ചപ്പാടോടെ എനിക്ക് പറയാൻ പറ്റും, ഇവരിവിടെ ഇല്ല, ഈ കബറിടത്തിൽ അവരില്ല. അവർ പറഞ്ഞു വെക്കുന്നത് ഉത്ഥിതനായ ഈശോയെ പറ്റി ദൂതൻ പറയുന്ന വാക്കുകൾ തന്നെയാണ്. അവർ തമ്പുരാൻ്റെ വലംപക്കത്തിലാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ തൻ്റെ ആത്മാവിനാൽ നമ്മുടെ ആത്മാക്കൾക്ക് പുതുജീവൻ നൽകും എന്ന പ്രത്യാശയുടെ പ്രത്യാശയുടെ സ്മരണയാണ് ഇവിടെ ഉണ്ടാകുന്നത്. പൂക്കിപ്പറമ്പ് ബസ് അപകടത്തിൽ അവരുടെ കൂടെ രാജപുരം ഇടവകയിലേക്ക് യാത്ര ചെയ്യേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാനും. എന്നെ അതിലുണ്ടായിരുന്ന കാവിൽപുരയുടെ രജനി ഗുജറാത്തിൽ ഭൂമി കുലുക്കമുണ്ടായപ്പോൾ സഹായിക്കുവാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഈ സംഭവം കൽക്കട്ടയിൽ വെച്ചിട്ടാണ് ഈ സംഭവത്തെക്കുറിച്ച് അറിയുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ സങ്കടങ്ങളും വേദനകളും, കാരണം അവരിൽ ഒരാളായി ഇന്ന് സ്വർഗരാജ്യത്തിൽ 25ാമത്തെ പിറന്നാൾ ആഘോഷിക്കേണ്ട എന്നെ അവർ രജനി വഴിതിരിച്ച് വിട്ടതുകൊണ്ട് അവരുടെ കൂടെ യാത്ര ചെയ്യാനായിട്ട് സാധിച്ചില്ല. എൻ്റെ മക്കളുടെ, എൻ്റെ കൂട്ടുകാരുടെ കാല് പതിഞ്ഞ ആ രാജപുരത്തിലേക്ക് പോകുവാനും ആ നാട്ടിലുള്ള മനുഷ്യരെ കാണുവാനും അവരോട് ഇവർക്കുണ്ടായിരുന്ന സ്നേഹം അവരിൽ നിന്ന് കേട്ടറിയുവാനായിട്ട് സാധിച്ചത് തന്നെ സ്വർഗം സന്തോഷിക്കുന്ന ഒരു സുന്ദര നിമിഷമായിട്ട് മാറി. ജീസസ് യൂത്തിലെ 5 മിഷണറിമാരുടെ ജീവിതം എത്ര പേരെയാണ് പ്രകാശം കൊടുക്കുന്നതെന്ന് ഞാൻ നോക്കിക്കാണുമായിരുന്നേ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വചനമുണ്ട്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ ജീവിതം മരണത്തോടെ ഒരിക്കലും അവസാനിക്കുകയില്ലെന്ന്. ജീസസ് യൂത്ത് ആക്കുന്നതും സഭയെ ഇന്നത്തെ കാലഘട്ടത്തിലും എന്നും മിഷണറി ആയിട്ട് മുന്നോട്ട് നയിക്കുന്നതും ഇവരെ പോലെയുള്ള ചെറുപ്പക്കാരാണ്.
സാധാരണ രീതിയിൽ ജീവിച്ച് എന്നാൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത മനുഷ്യർ. ഈ ജൂബിലി ആഘോഷത്തിൻ്റെ അവസാന സമയമാകുമ്പോഴേക്കും 9 വീടുകൾ ഞങ്ങൾ പൂർത്തിയാക്കി. അതിൽ അക്രൈസ്തവരായ 2 സഹോദരങ്ങൾക്കും വീട് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റി. അപ്പോൾ തീർച്ചയായും ഇത് ഈ 5 പേരുടെയും യഥാർത്ഥമായ സ്വർഗീയ മധ്യസ്ഥത കൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എനിക്കവരെ വളരെ പേഴ്സണലായിട്ട് ഈ കുട്ടികളെ എല്ലാവരെയും അറിയാം. അവർ നന്നായി പ്രാർത്ഥിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിച്ച് പ്രവർത്തിക്കുന്നവരുമായിരുന്നു. അത് ഞങ്ങൾക്ക് കൂടുതലായിട്ട് അനുഭവവേദ്യമായി ഈ കാലഘട്ടങ്ങളിൽ. ഒരു മിറക്കിൾ എന്ന പോലെ ആണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഈ കാര്യങ്ങളെല്ലാം ഇത്രയും പൈസ ഏകദേശം 1,22 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയതും അതുകൊണ്ട് ഏറ്റവും മനോഹരമായ വീടുകൾ വെച്ച് കൊടുക്കാൻ സാധിച്ചതും അത്തരത്തിലാണ്. ഇവർ എന്നും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മളുടെ ചിന്തകളിലും നമ്മുടെ സുവിശേഷ യാത്രയിലും പ്രകാശദീപമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം.